തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ ജീവനക്കാരി പോലീസിൽ കീഴടങ്ങി. കൊല്ലം തിരുമല സ്വദേശി ധന്യ മോഹനാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അരുൺ രാജ് വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. എപ്പോഴാണ് കീഴടങ്ങിയത്? അനുജ, അല്പസമയം മുമ്പാണ് തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് കോടികൾ രൂപ തട്ടിയ ജീവനക്കാരിയായ ധന്യ മോഹൻ കൊല്ലം ഈസ്റ്റ് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നുവെന്ന വിവരം അവർ നേരത്തെ തന്നെ തൃശൂരിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയവരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ്. ഇവർക്കൊപ്പം സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം സ്റ്റേഷനിലെത്തി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷമായി വിവിധ വ്യാജ അക്കൗണ്ടുകളിലേക്ക് വായ്പയായാണ് ധന്യ മോഹൻ പണം മാറ്റിയത്. 18 വർഷത്തോളം സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ധന്യ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. ഇത്ര വലിയ തുക ജീവനക്കാരി പറ്റിപ്പിച്ചു എന്നുള്ള വിവരം അടുത്തിടെയാണ് ഈ മാനേജ്മെന്റ് അറിയുന്നത്. ഓഡിറ്റിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയോടെ യുവതി ഒളിവിൽ പോവുകയായിരുന്നു. ബന്ധുക്കളുടെ അടക്കം അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ യുവതിക്കും ബന്ധുക്കൾക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ഏതൊക്കെ രീതിയിൽ പണം ചെലവഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധന ഉണ്ടാകും. തൃശൂർ പോലീസ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ യുവതിയുമായി തൃശൂരിലേക്ക് യാത്ര തിരിക്കും. ശരി, മണപ്പുറം ഫിനാൻസിൽ 20 കോടി തട്ടിയെടുത്ത പ്രതി കൊല്ലത്ത് കീഴടങ്ങി.